ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ബനാന ദോശ ഉണ്ടാക്കാം. നമ്മുടെ ബനാന ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അടുത്തത് 2 മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 പഴം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ട്. ഈ മുട്ട നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. റവയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഴം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര മതി, കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അടുത്തത് പാലൊഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്കിന് ഒരു തവി മാവ് എടുത്തൊഴിക്കുക. ഇനി ഇതിൻ്റെ സൈഡിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, മറ്റെന്തെങ്കിലും എണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് അടിഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടുക. ഇപ്പോൾ കണ്ടോ, മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ബ്രൗൺ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവ് ഒഴിച്ച് ദോശയാക്കി എടുക്കുക. നമ്മുടെ വീട്ടിൽ പഴമൊക്കെ കുറച്ചേറെ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടും നമുക്കുണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. താങ്ക്